തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമ്പോഴും ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ തീരുമാനം. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബിനിൽ, എത്രയും വേഗം ഹൈക്കോടതിയെ സമീപിക്കുക. ഒരുപക്ഷെ ആ ഒരു ഗ്യാപ്പിൽ ഒരുപക്ഷെ പോലീസ് രാഹുലിനെ പിടികൂടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എങ്ങനെയാണ് രാഹുലിന്റെ നിയമപരമായ നീക്കങ്ങൾ? ദിവിഷെ, അടുത്ത നിയമ നടപടികൾ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തും അതോടൊപ്പം തന്നെ അയാളുമായി ബന്ധപ്പെട്ടവരും തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നതാണ്. സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യം കിട്ടിയില്ല എങ്കിൽ ഹൈക്കോടതിയിലേക്ക് വരാനുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. ആ നടപടികളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. സെഷൻസ് കോടതിയുടെ ഉത്തരവിനായി പകർപ്പിനായി കാക്കുകയാണ്. അതിന്റെ സർട്ടിഫൈഡ് കോപ്പി കിട്ടിയാൽ മാത്രമാണ് അവർക്ക് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ അഭിഭാഷകരുമായി ആദ്യഘട്ടത്തിൽ തന്നെ ഇതിന്റെ വിശദമായ കൂടിയാലോചനകളൊക്കെ തന്നെ നടത്തിയിരുന്നതാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജികൾ നേരിട്ട് കേൾക്കുന്ന ഒരു പതിവ് ഇപ്പോഴില്ല. അതുകൊണ്ടാണ് സെഷൻസ് കോടതിയിൽ ആദ്യം നൽകുക, സെഷൻസ് കോടതി തള്ളിയാൽ ഹൈക്കോടതിയിലേക്ക് വരിക എന്ന തീരുമാനം അവർ എടുത്തിരുന്നത്. നാളെ ഉച്ചവരെ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് നടപടികൾ ഉണ്ടായില്ല എങ്കിൽ, അല്ലെങ്കിൽ രാഹുൽ കീഴടങ്ങുന്നില്ല എങ്കിൽ മുൻകൂർ ജാമ്യ ഹർജി കോടതിയുടെ മുന്നിലേക്ക് എത്തും. അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് സെഷൻസ് കോടതിയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യകാരണങ്ങൾ നിരത്തിയാണ് കോടതി ഈ മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് എന്നത് അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന വാദങ്ങളാണ്. അതായത് ഈ ബലാത്സംഗ കുറ്റം നിലനിൽക്കാതിരിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട വാദമായി അവർ പറയുന്നത്, ഈ പരാതിക്കാരി നേരത്തെ തന്നെ വിവാഹിതയായിരുന്ന ഒരാളാണ്. പിന്നീട് ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ആരോപണം, ആ ഗർഭചിത്രത്തിൽ താനാ ഗർഭത്തിന് ഉത്തരവാദിയല്ല എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഇവർ ഗർഭിണിയായി എന്നതിന് പോലും വ്യക്തമായ തെളിവുകളില്ല എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ കോടതി എടുത്തിരിക്കുന്ന നിലപാട് എന്ന് അതുകൂടി അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം കോടതി ഏത് രീതിയിലാണ് ഈ മുൻകൂർ ജാമ്യം നിശ്ചയിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം അതിന്റെ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ അപ്പീലുമായി ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ആ ഹർജി ഷെയ്പ്പ് ചെയ്തെടുക്കാൻ അതിനുവേണ്ടിയുള്ള ഒരു കാലതാമസം മാത്രമാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നാളെ വെള്ളിയാഴ്ചയാണ്. നാളെ ഈ ഹർജി സമർപ്പിച്ചില്ല എങ്കിൽ പിന്നീട് അടുത്ത ആഴ്ചയിലേക്ക് പോകും. അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് 9-ാം തീയതി എറണാകുളത്ത് ഹൈക്കോടതി അവധിയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള അവധി ദിവസങ്ങളൊക്കെ വരുന്നു. ശനി ഞായർ അവധി വരുന്നു. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ ഈ ഹർജി തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് ടുഡേ ആയി മൂവ് ചെയ്യാൻ കഴിയും. അതായത് ഇന്ന് തന്നെ അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യവുമായി കോടതിയിലേക്ക് എത്താൻ കഴിയും. ആ കാര്യങ്ങൾക്കെല്ലാം ഈ പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവാണ്. ആ ഉത്തരവിന്റെ പകർപ്പിന് വേണ്ടി കാക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.